എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. 2020 നടന്ന LDC സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് 3/2020 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യനും ആൻസറും മാത്രം വായിച്ചു പോവുകയല്ല, ആൻസറിനോട് അനുബന്ധ ചോദ്യങ്ങൾ ആ കൂട്ടത്തിൽ പറയുന്നുണ്ട്. മാത്സ് ആണെങ്കിൽ ആ ഉത്തരത്തിലേക്കുള്ള വഴികൾ ഇങ്ങനെ ഉത്തരം കിട്ടിയെന്ന് വിശദമായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കബനി. കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വയനാട്ടിലാണ്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളിലൊന്നായ കബനി നദിയിലാണ് കുറുവ ദ്വീപ്. കബനി നദി കാവേരി നദിയിലെ പ്രധാന പോഷക നദിയാണ്. തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി? ഉത്തരം ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ചത് ഗൗരി ലക്ഷ്മിബായി ആയിരുന്നു. വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏതു മേഖലയിലാണ്? ഉത്തരം ദ്വിതീയ മേഖല. വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ദ്വിതീയ മേഖല അഥവാ സെക്കൻഡറി സെക്ടറിലാണ്. ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? ഉത്തരം ഉദ്യോഗസ്ഥ വൃന്ദം. ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ഉദ്യോഗസ്ഥ വൃന്ദത്തിലൂടെയാണ്. അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏത്? ഉത്തരം പാരീസ് ഉടമ്പടി. അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി പാരീസ് ഉടമ്പടിയാണ്. ഇത് 1783 സെപ്റ്റംബർ 3 ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന കിങ് ജോർജ് മൂന്നാമനും അമേരിക്കൻ സ്വാതന്ത്ര്യ സമര പ്രതിനിധികളും തമ്മിൽ പാരീസിൽ വെച്ച് ഒപ്പുവെച്ച ഉടമ്പടിയാണ്. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആര്? ഉത്തരം ലോക്സഭാ സ്പീക്കർ. ലോക്സഭാ സ്പീക്കറാണ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത്. ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നതെവിടെ? ഉത്തരം ലാഹോർ. ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് ലാഹോറിലാണ് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമതീര സമതലത്തിൻ്റെ മധ്യഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം കൊങ്കൺ തീരം. പശ്ചിമതീര സമതലത്തിൻ്റെ മധ്യഭാഗം കൊങ്കൺ തീരം എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നതെന്ന്? ഉത്തരം 2015 ജനുവരി 1. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. നയൻകാര, അയ്യഗാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം? ഉത്തരം വിജയനഗര സാമ്രാജ്യം. നയൻകാര, അയ്യഗാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്നത് വിജയനഗര സാമ്രാജ്യമായിരുന്നു. ധരാതലീയ ഭൂപടത്തിലെ നോർത്തിങ്സ് ഏത് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്? ഉത്തരം തെക്കുവടക്ക്. ധരാതലീയ ഭൂപടത്തിലെ നോർത്തിങ്സ് തെക്കുവടക്ക് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളാണ്. ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉത്തരം ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗമാണ്. താഴെ പറയുന്നവയിൽ 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം? എ. ഹരിത വിപ്ലവം, ബി. ഗരീബി ഹഠാവോ,
സി വ്യവസായവൽക്കരണം, ഡി പുത്തൻ സാമ്പത്തിക നയം. ഉത്തരം ഹരിത വിപ്ലവം. ഹരിത വിപ്ലവമായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം. ഈ പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ എല്ലാ PSC പരീക്ഷയിലും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ പഞ്ചവത്സര പദ്ധതികളും അവയുടെ കൊല്ലം, അവയുടെ ലക്ഷ്യങ്ങൾ, പദ്ധതി കാലത്ത് നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ എല്ലാം പഠിക്കുന്നത് നന്നായിരിക്കും. ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ്? ഉത്തരം 2403 അടി. ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി 2403 അടിയാണ്. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം. ഉത്തരം ലോക്പാൽ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനാണ് ലോക്പാൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. 2019 മാർച്ച് 19 ഇത് നിലവിൽ വന്നത്. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഖരം. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം. ഉത്തരം 2012. പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്നത് 2012 കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനു വേണ്ടിയുള്ള നിയമമാണ് പോക്സോ നിയമം. ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം. ഉത്തരം ആസാം. ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ആസാമാണ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഥവാ GST ഇന്ത്യയിൽ നിലവിൽ വന്നത് 2017 ജൂലൈ 1 ഭരണഘടനയുടെ 101 ഭേദഗതി പ്രകാരമാണ് ഇത് നിലവിൽ വന്നത്. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി. ഉത്തരം ജാതിക്കുമ്മി. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി ജാതിക്കുമ്മിയാണ്. 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര്. ഉത്തരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ്. സ്വാതന്ത്ര്യാനന്തരം 1955 ഇംപീരിയൽ ബാങ്ക് ഇന്ത്യ ഗവൺമെൻറ് ഏറ്റെടുക്കുകയും അതിൻ്റെ പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റുകയും ചെയ്തു. പേശീകോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ്. ഉത്തരം സാർക്കോമിയർ. പേശീകോശത്തിൻ്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് സാർക്കോമിയർ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ. ഉത്തരം തൈമോസിൻ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ തൈമോസിൻ ആണ്. ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു. ഉത്തരം യൂറിക് ആസിഡ്. ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു യൂറിക് ആസിഡ് ആണ്. ദിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ഉത്തരം കാൾ ലിനേയസ്. ദിനാമ പദ്ധതി ആവിഷ്കരിച്ചത് കാൾ ലിനേയസ് എന്ന സ്വീഡിഷ് ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹമാണ് മോഡേൺ ടാക്സോണമിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ്. ഉത്തരം ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ.
മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്ത്? ഉത്തരം യഥാർത്ഥം തലതിരിഞ്ഞത്. മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബം യഥാർത്ഥവും തലതിരിഞ്ഞതുമായിരിക്കും. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? ഉത്തരം ഫെർമി. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഫെർമിയാണ്. ഹൈഡ്രോളിക് പ്രസ്സിന്റെ പ്രവർത്തന തത്വം ഏത്? ഉത്തരം പാസ്കൽ നിയമം. ഹൈഡ്രോളിക് പ്രസ്സിന്റെ പ്രവർത്തന തത്വം പാസ്കൽ നിയമമാണ്. സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏത്? ഉത്തരം ഫ്യൂഷൻ പ്രവർത്തനം. സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നത് ഫ്യൂഷൻ പ്രവർത്തനം മൂലമാണ്. സൂര്യനിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈഡ്രജൻ തന്മാത്രകൾ കൂടിച്ചേർന്ന് ഹീലിയം ആറ്റം ഉണ്ടാകുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രവർത്തനം മൂലമാണ്. ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്ത വാതകമേത്? എ മീഥെയ്ൻ, ബി നൈട്രസ് ഓക്സൈഡ്, സി കാർബൺ ഡയോക്സൈഡ്, ഡി ഹൈഡ്രജൻ. ഉത്തരം ഹൈഡ്രജൻ. ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത് ഹൈഡ്രജനാണ്. ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏത്? എ മൗസ്, ബി ജോയ്സ്റ്റിക്ക്, സി കീബോർഡ്, ഡി ലൈറ്റ് പെൻ. ഇതിലുത്തരം കീബോർഡാണ്. ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് കീബോർഡാണ്. താഴെ പറയുന്നവയിൽ താൽക്കാലികമായി ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി ഏത്? ഉത്തരം റാം. റാമാണ് താൽക്കാലികമായി ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന മെമ്മറി, റാൻഡം ആക്സസ് മെമ്മറി. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? എ ലാംഗ്വേജ് പ്രോസസ്സർ, ബി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, സി സിസ്റ്റം സോഫ്റ്റ്വെയർ, ഡി യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഉത്തരം സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അഥവാ OS ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ്, ലിനക്സ്, മാക് OS എന്നിവ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്ക് ഉദാഹരണമാണ്. മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ് ആൻഡ്രോയിഡും iOSഉം. ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ് എ ടെലിഫോൺ നെറ്റ്വർക്ക്, ബി കേബിൾ TV നെറ്റ്വർക്ക്, സി റെയിൽവേ നെറ്റ്വർക്ക്, ഡി ഇൻ്റർനെറ്റ്. ഉത്തരം ഇൻ്റർനെറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ് ഇൻ്റർനെറ്റ്. താഴെ പറയുന്നവയിൽ URLന്റെ പൂർണ്ണരൂപം എഴുതുക. എ യുണൈറ്റഡ് റിസോഴ്സ് ലൊക്കേഷൻ, ബി യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, സി യുണൈറ്റഡ് റിസോഴ്സ് ലോഗിൻ, ഡി യൂണിറ്റി റിസോഴ്സ് ലൊക്കേഷൻ. ഉത്തരം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. URLന്റെ ഫുൾ ഫോം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ്. ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഉത്തരം ലോക്സഭാ സ്പീക്കർ. ഒരു ബില്ല് മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ചുവടെ ചേർത്തിട്ടുള്ള ആരെല്ലാം ഉൾപ്പെടുന്നു? എ ലോക്സഭ രാജ്യസഭാ അംഗങ്ങൾ, ബി ലോക്സഭ രാജ്യസഭ സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ, സി പ്രസിഡന്റ് ലോക്സഭ രാജ്യസഭാ അംഗങ്ങൾ, ഡി ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഉത്തരം ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി
സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? ഉത്തരം യൂണിയൻ ലിസ്റ്റ്. സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഉത്തരം 7ാം ഭേദഗതി. 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് 7ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയായിരുന്നു. സൈക്കോ എന്ന തൂലികാനാമം ഏത് എഴുത്തുകാരൻ്റേതാണ്? ഉത്തരം ഇ. മുഹമ്മദ്. ഇ. മുഹമ്മദാണ് സൈക്കോ എന്ന തൂലികാനാമത്തിൽ പുസ്തകങ്ങൾ എഴുതിയത്. 2019 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ കായിക താരം? ഉത്തരം പി. വി. സിന്ധു. 2019 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ കായിക താരം പി. വി. സിന്ധുവാണ്. 2016 ബ്രസീൽ ഒളിമ്പിക്സിൽ പി. വി. സിന്ധു സിൽവർ മെഡൽ നേടിയിരുന്നു. ഇൻക്വിലാബിൻ്റെ മക്കൾ എന്ന നാടകം രചിച്ചത് ആര്? ഉത്തരം പി. ജെ. ആൻ്റണി. ഇൻക്വിലാബിൻ്റെ മക്കൾ എന്ന നാടകം രചിച്ചത് പി. ജെ. ആൻ്റണി ആയിരുന്നു. പി. ജെ. ആൻ്റണിക്ക് 1974 നിർമാല്യം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നാഷണൽ അവാർഡ് കിട്ടിയ നടനും കൂടിയാണ്. 2019 ലോകകപ്പ് ക്രിക്കറ്റ് സെമിഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ രാജ്യം ഏത്? 2019 ലോകകപ്പ് ക്രിക്കറ്റ് സെമിഫൈനലിൽ ഇന്ത്യയെ ന്യൂസിലൻഡാണ് പരാജയപ്പെടുത്തിയത്. ചുവടെ ചേർത്തിട്ടുള്ള ഏത് രാജ്യത്തിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി? എ. അമേരിക്ക, ബി. ബംഗ്ലാദേശ്, സി. അഫ്ഗാനിസ്ഥാൻ, ഡി. ക്യൂബ. ഉത്തരം ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി. 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി? ഉത്തരം ദക്ഷിണാഫ്രിക്ക. 2022 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ദക്ഷിണാഫ്രിക്കയാണ്. കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മലപ്പുറം. കേരളത്തിൽ ഉരുൾപൊട്ടലുണ്ടായ കവളപ്പാറ എന്ന സ്ഥലം മലപ്പുറം ജില്ലയിലാണ്. കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ പുത്തുമല വയനാട് ജില്ലയിലായിരുന്നു. ഈ വർഷം ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ രാജമല ഇടുക്കിയിലാണ്. എത്രാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ 2019 നടന്നത്? ഉത്തരം 17. 17ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ 2019 നടന്നത്. ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 ലാൻഡറിന് നൽകിയ പേര് എന്തായിരുന്നു? ഉത്തരം വിക്രം. ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 ലാൻഡറിൻ്റെ പേര് വിക്രം ലാൻഡർ എന്നായിരുന്നു. 14ാം കേരള നിയമസഭയിലെ വനം മന്ത്രി ആരാണ്? ഉത്തരം കെ. രാജു. 14ാം കേരള നിയമസഭ അഥവാ ഇപ്പോഴത്തെ കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി കെ. രാജുവാണ്. ഹീ പ്ലേഡ് എ ട്യൂൺ ഡാഷ് ദ വയലിൻ? ഉത്തരം ഓൺ. ഹീ പ്ലേഡ് എ ട്യൂൺ ഓൺ ദ വയലിൻ. വി എൻജോയ്ഡ് ഡാഷ് ഫൺ? ഉത്തരം ദ. We enjoyed the fun. They dash for you. A waits, B is waiting, C wait, D are waiting. ഉത്തരം are waiting. They are waiting for you. The synonym of eccentric is dash. ഉത്തരം peculiar. ഈ സിനോണിയം എന്ന് പറഞ്ഞാൽ പര്യായപദമാണ്.
അപ്പോൾ ഇത് PSCയുടെ ഒരുവിധം ഇംഗ്ലീഷുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ പര്യായ പദം വിപരീത പദമൊക്കെ ചോദിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്സെൻട്രിക്കിൻ്റെ പര്യായ പദമാണ്. എക്സെൻട്രിക്കിൻ്റെ പര്യായ പദം പെക്യൂലിയർ ആണ്. They lead a happy life. The word happy is a or an dash. ഉത്തരം അഡ്ജക്റ്റീവ്. They lead a happy life. ഇവിടെ ഹാപ്പി എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവ് ആണ്. The antonym of extravagant is dash. ഉത്തരം ഫ്രൂഗൽ. എക്സ്ട്രാവഗൻ്റ് എന്ന വാക്കിൻ്റെ അന്റോണിയം അഥവാ വിപരീത പദം ഫ്യൂഗലാണ്. Our jawans would not dash to the enemies. ഉത്തരം give in. Our jawans would not give in to the enemies. Rice is the staple food of Kerala is an A. exclamatory sentence, B. assertive sentence, C. imperative sentence, D. interrogative sentence. ഉത്തരം അസേർട്ടീവ് സെൻറ്റൻസ്. അസേർട്ടീവ് സെൻറ്റൻസുകൾ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രസ്താവിക്കുന്ന തരത്തിലുള്ള സെൻറ്റൻസുകളാണ്. ദ ജെൻഡർ ഓഫ് ദ വേർഡ് പീകോക്ക് ഈസ്. ഉത്തരം മസ്കുലീൻ. പീകോക്ക് എന്നത് ആൺമയിലുകളെ സൂചിപ്പിക്കുന്ന പദമാണ്. അതിൻ്റെ ഫെമിനിൻ വേർഡ് എന്നത് പീഹൻ ആണ്. വിച്ച് വേർഡ് ഈസ് കറക്റ്റ്? വെക്കേഷൻ എന്ന വാക്കിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ള വേർഡ് ഏതായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം എ ആണ്. VACATION വെക്കേഷൻ. ദ ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ഹീ സെഡ് നത്തിങ് ഈസ്. ഉത്തരം ഡിഡ് ഹി. ഹീ സെഡ് നത്തിങ്, ഡിഡ് ഹി. ഇഫ് യു ലേൺ വെൽ യു ഡാഷ് ദ എക്സാം. ഉത്തരം can pass. If you learn well, you can pass the exam. Sunstroke is a word forming using A. prefix, B. suffix, C. compound, D. none of the above. ഉത്തരം കോമ്പൗണ്ട്. സൺസ്ട്രോക്ക് എന്നുള്ള വാക്ക് പ്രിഫിക്സ് അതായത് മുമ്പിൽ ചേർക്കുന്ന പദമാണോ, സഫിക്സ് പിറകിൽ ചേർക്കുന്ന പദമാണോ, കോമ്പൗണ്ട് കൂടിച്ചേർന്ന് ചേർക്കുന്ന പദമാണോ, അത് ഇതൊന്നുമല്ല. ഇതായിരുന്നു ചോദ്യം. സൺസ്ട്രോക്ക് എന്നത് കൂടിച്ചേർന്ന് അതായത് കോമ്പൗണ്ട് വേർഡാണ്. യൂസ് ദ കറക്റ്റ് ഇഡിയം ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻഡ് വേർഡ് ഹീ ഡിഡ് ദ വർക്ക് ഇറഗുലർലി. ഇറഗുലർലി ആണ് അണ്ടർലൈൻഡ് വേർഡ്. ഉത്തരം ബൈ ഫിറ്റ് ആൻഡ് സ്റ്റാർട്ട്സ്. ഹീ ഡിഡ് ദ വർക്ക് ഇറഗുലർലി. ഇറഗുലർലി എന്ന വാക്കിൻ്റെ പകരം ഉപയോഗിക്കാവുന്ന ഇഡിയം അഥവാ ഭാഷാശൈലി ഏത് എന്നായിരുന്നു ചോദ്യം. അതിനുത്തരം ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ്. ദ പാസീവ് ഫോം ദ ചൈൽഡ് ബ്രോക്ക് ദ ടോയ്സ് ഈസ്. ഉത്തരം ദ ടോയ്സ് വേർ ബ്രോക്കൺ ബൈ ദ ചൈൽഡ്. ദ ചൈൽഡ് ബ്രോക്ക് ദ ടോയ്സ് എന്ന വാക്കിൻ്റെ പാസീവ് ഫോം ആയിരുന്നു ചോദിച്ചിരുന്നത്. ഉത്തരം ദ ടോയ്സ് വേർ ബ്രോക്കൺ ബൈ ദ ചൈൽഡ്. ഐ ഡാഷ് ജസ്റ്റ് കം. എ വാസ്, ബി ആം, സി ഹാസ്, ഡി ഹാവ്. ഉത്തരം ഹാവ്. ഐ ഹാവ് ജസ്റ്റ് കം. One word substitute for the original inhabitants of the place is. ഉത്തരം അബോറിജിനിസ്. ദ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ഓഫ് എ പ്ലേസ് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് അബോറിജിനിസ്. ദ കാൻഡിഡേറ്റ്സ് ഡാഷ് ബി ഇൻ പൊസിഷൻ ഓഫ് ദെയർ ഹാൾ ടിക്കറ്റ്സ്. ഉത്തരം മസ്റ്റ്. The candidates must be in possession of their hall tickets. Balu to Akshara, where are you going? The reported form of this sentence is. Uttaram, Balu asked Akshara where she was going. His only bad habit is smoking. The underlined word is a dash. Smoking is underlined word.
ഉത്തരം ജെറണ്ട്. ഹിസ് ഓൺലി ബാഡ് ഹാബിറ്റ്സ് ഈസ് സ്മോക്കിംഗ്. ഇതിൽ സ്മോക്കിംഗ് എന്നത് ഒരു ജെറണ്ട് അഥവാ ക്രിയാനാമമാണ്. ഒരു സംഖ്യയുടെ വർഗത്തോട് 51 ചേർത്താൽ 676 കിട്ടും. സംഖ്യ ഏത്? ഉത്തരം 25. ഉത്തരം എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. സംഖ്യയുടെ വർഗത്തോട് 51 കൂട്ടിയാൽ 676 കിട്ടുമെന്നാണ് ചോദ്യത്തിൽ പറയുന്നത്. അപ്പോൾ 676 മൈനസ് 51 സമം 625. 625ൻ്റെ റൂട്ട് എടുത്താൽ സംഖ്യ കിട്ടും. 625ൻ്റെ റൂട്ട് സ്ക്വയർ റൂട്ട് 25ആണ്. ഉത്തരം 25. 20ൽ താഴെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്ര? ഉത്തരം 100. ഉത്തരം എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. ഈ ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ സം ഓഫ് n നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു a പ്ലസ് l. ഇതിൽ n എന്ന് പറയുന്നത് സംഖ്യകളുടെ എണ്ണം, ഒറ്റ സംഖ്യകളുടെ എണ്ണമാണ്. a എന്ന് പറയുന്നത് ആദ്യത്തെ സംഖ്യ, l എന്ന് പറയുന്നത് അവസാനത്തെ സംഖ്യ. അപ്പോൾ 20ന് താഴെ 10 ഒറ്റ സംഖ്യകളാണുള്ളത്. അപ്പോൾ n 10. a എന്ന് പറയുന്നത് ഒന്നാമത്തെ 20 താഴെയുള്ള ഒന്നാമത്തെ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത് 1ആണ്. അപ്പോൾ a 1 തന്നെ. l എന്ന് പറയുന്നത് 20 താഴെയുള്ള അവസാനത്തെ ഒറ്റ സംഖ്യ 19. അപ്പോൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ 10/2 ഇൻറ്റു 1 പ്ലസ് 19, അതായത് 5 ഇൻറ്റു 20. ഉത്തരം 100. 5/1/3 പ്ലസ് 3/1/3 മൈനസ് 2/1/3 എത്ര? ഇത്തരം ചോദ്യങ്ങൾ കണ്ടാൽ ശ്രദ്ധിക്കേണ്ട കാര്യം മിശ്രസംഖ്യകളുടെ കൂട്ടലും കിഴിക്കലുമാണ് ഇതിലുള്ളത്. അപ്പം മിശ്രസംഖ്യയിൽ ഭിന്നസംഖ്യാഭാഗം നോക്കുക. ഭിന്നസംഖ്യാഭാഗം ഒക്കെ ഒന്നാണോ സെയിം ആണോ നോക്കുക. പിന്നെ ഉത്തരത്തിനും അതേ ഭിന്നസംഖ്യാഭാഗമാണോ. ഇതിൽ ഭിന്നസംഖ്യാഭാഗം 1/3. ചോദ്യത്തിലുള്ളത് 1/3 തന്നെയാണ്. ഉത്തരങ്ങളിലും 1/3 ഉണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യുക. ഇതിൽ പൂർണ്ണസംഖ്യാഭാഗങ്ങൾ മാത്രം എടുത്ത് ക്രിയേറ്റ് ചെയ്യുക. അതായത് 5 പ്ലസ് 3 മൈനസ് 2 ഉത്തരം 6. പിന്നെ ഭിന്നസംഖ്യാഭാഗം എടുത്ത് എഴുതുക. അപ്പോൾ 6 1/3. 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആയാൽ എക്സ് എത്ര? ഉത്തരം 1/16 ആണ് കിട്ടുക. അതെങ്ങനെ ഉത്തരം കിട്ടുക നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായെന്ന് വെച്ചാൽ 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16. ഇനി ഡിനോമിനേറ്റർ എല്ലാം സെയിം ആക്കുക. അപ്പോൾ 1 മൈനസ് 8 പ്ലസ് 4 പ്ലസ് 2 പ്ലസ് 1/16. ഉത്തരം 1 മൈനസ് 15/16, അതായത് 1/16 ആണ് എൻ്റെ ഉത്തരം വരിക. ഇത് ഞാൻ വഴി എഴുതി ചെയ്തത് ആളുകൾക്ക് മനസ്സിലാക്കാനാണ്. ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് ഒറ്റയടിക്ക് തന്നെ ഉത്തരം കണ്ടുപിടിക്കാവുന്നതാണ്. ബൈ പ്രാക്ടീസ് നിങ്ങൾക്ക് അത് സാധിക്കും. അപ്പോൾ മാത്സിന് സ്പീഡ് ചെയ്യാനുള്ള മാർഗം പ്രാക്ടീസ് തന്നെയാണ്. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 3/4. അവയുടെ വ്യത്യാസം 24 എങ്കിൽ ചെറിയ സംഖ്യ എത്ര? 3/4 എന്നുള്ള രണ്ട് സംഖ്യകളുടെ വ്യത്യാസം 24 എന്ന് പറയട്ടെ. അങ്ങനെ ആകുമ്പോൾ 4x മൈനസ് 3x ഇസ് ഈക്വൽ ടു 24. ഇതാണ് ചോദ്യത്തിൽ പറഞ്ഞത്. അപ്പോൾ x എന്ന് പറഞ്ഞാൽ 24 കിട്ടും. അപ്പോൾ ചെറിയ സംഖ്യ 3x ആണ്. 3 ഇൻറ്റു 24 ഇസ് ഈക്വൽ ടു 72. താഴെ തന്നിരിക്കുന്നവയിൽ രാമാനുജൻ നമ്പർ അല്ലാത്തത്. ആദ്യം തന്നെ നമുക്ക് രാമാനുജൻ നമ്പർ എന്താണെന്ന് നോക്കാം. വ്യത്യസ്ത രീതിയിൽ 2 ക്യൂബുകളുടെ തുകയായി എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ, അതാണ് രാമാനുജൻ നമ്പർ 1729. 1 ക്യൂബ് പ്ലസ് 12 ക്യൂബും 9 ക്യൂബ് പ്ലസ് 10 ക്യൂബും. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ രാമാനുജൻ നമ്പർ അല്ലാത്തത് 1728. ഇത്ര 1728 ആണ്. എക്സ് മൈനസ് 1/x ഇസ് ഈക്വൽ ടു 7 ആയാൽ x² പ്ലസ് 1/x² എത്ര? നമുക്കിതെങ്ങനെ ചെയ്യാൻ നോക്കാം. എക്സ് മൈനസ് 1/x ഇസ് ഈക്വൽ ടു 7 എന്നാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോത്ത് സൈഡ്സ് സ്ക്വയർ ചെയ്യാം. അപ്പോൾ എക്സ് മൈനസ് 1/x ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 7². ഇവിടെ a മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a² മൈനസ് 2ab പ്ലസ് b² എന്ന ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ a ആയിട്ട് എക്സും b ആയിട്ട് 1/x. അപ്പോൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ
എക്സ് സ്ക്വയർ മൈനസ് 2x ഇൻറ്റു 1/x പ്ലസ് 1/x² ഇസ് ഈക്വൽ ടു 49. ഇവിടെ 2x ഇൻറ്റു 1/x എന്നുള്ളത് നമുക്ക് എക്സും ക്യാൻസൽ ആവും. 2 ഇൻറ്റു 1 2 തന്നെ കിട്ടും. അപ്പോൾ എടുത്ത് എഴുതിയാൽ x² പ്ലസ് സൗകര്യത്തിന് അവസാനമുള്ള ആദ്യം എഴുതുന്നുണ്ട് 1 + x² മൈനസ് 2 ഇസ് ഈക്വൽ ടു 49. അപ്പോൾ x² പ്ലസ് 1/x² ഇസ് ഈക്വൽ ടു 49 മൈനസ് 2 അപ്പുറം പോകുമ്പോൾ +2 ആവും. അപ്പോൾ 49 + 2. x² പ്ലസ് 1/x² ഇസ് ഈക്വൽ ടു 51. ഉത്തരം 51 ആണ് കിട്ടുക. √3 + 1 ഇൻറ്റു √3 - 1 എത്ര? അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ √3 + 1 ഇൻറ്റു √3 - 1 കാണുമ്പോൾ ഓർമ്മ വരുന്ന ഇക്വേഷൻ a + b ഇൻറ്റു a - b. a + b ഇൻറ്റു a - b ഇസ് ഈക്വൽ ടു a² മൈനസ് b². അപ്ലൈ ചെയ്യുമ്പോൾ √3 + 1 ഇൻറ്റു √3 - 1 ഇസ് ഈക്വൽ ടു √3² മൈനസ് 1². ഉത്തരം √3ൻ്റെ സ്ക്വയർ പറഞ്ഞാൽ 3 തന്നെ, മൈനസ് 1ൻ്റെ സ്ക്വയർ 1 തന്നെ. 3 - 1 ഇസ് ഈക്വൽ ടു 2. 2 ആണ് ആൻസർ. 10 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള ത്രികോണത്തിൻ്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ത്രികോണത്തിൻ്റെ ചുറ്റളവ് എത്ര? അപ്പോൾ ഇങ്ങനെ ചോദ്യം കണ്ട ആദ്യം നോക്കുക, വശങ്ങളുടെ അനുപാതം 3:4:5 ആണോ നോക്കുക. അപ്പോൾ 6, 8, 10 അത് 3:4:5 വരുന്ന ഒരു ത്രികോണമാണ്. PSC അങ്ങനെ തന്നെയാണ് ചോദിക്കുക. ഈ 3:4:5 അനുപാതത്തിൽ വരുന്ന ത്രികോണം ഒരു മട്ടത്രികോണമായിരിക്കും. അതിൽ തന്നിരിക്കുന്ന ത്രികോണത്തിൻ്റെ മധ്യബിന്ദുക്കൾ ചേർത്തുണ്ടാകുന്ന ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ത്രികോണത്തിൻ്റെ ചുറ്റളവിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ത്രികോണത്തിൻ്റെ ചുറ്റളവ് എത്രയാണെന്ന് നോക്കാം. 10, 8, 6 വശങ്ങളുള്ള ത്രികോണത്തിൻ്റെ ചുറ്റളവ് 6 + 8 + 10 24 അതിൻ്റെ ചുറ്റളവ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലുള്ള അതിൻ്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് അതിൻ്റെ പകുതിയായിരിക്കും. ഉത്തരം 12. ഒരു ക്ലോക്കിലെ സമയം 8 മണി കാണിച്ചിരിക്കുന്നു. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? ഉത്തരം എങ്ങനെ കിട്ടും നോക്കാം. ഈ ക്ലോക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഈ സമയം മനസ്സിൽ കാണണം. ഞാനിവിടെ ചിത്രമായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ 8ൻ്റെയും 12ൻ്റെയും ഇടയ്ക്കുള്ള കോണളവാണ് കാണേണ്ടത്. അപ്പോൾ നമ്മുടെ ഒരു ക്ലോക്ക് വൃത്തത്തിലാണ്. വൃത്തത്തിൻ്റെ ഡിഗ്രി 360 ഡിഗ്രി. അപ്പോൾ ഈ ക്ലോക്കിൽ 12 പോയിൻ്റാണുള്ളത്, അതായത് 12 മണിക്കൂർ. അപ്പോൾ 360നെ 12 വരെ അയച്ചാൽ ഓരോ മണിക്കൂറിൻ്റെ ഇടയിലുള്ള കോണളവ് 30 കിട്ടും. അതായത് 1 - 2ലേക്കുള്ളത് 12 - 1ലേക്കുള്ളതൊക്കെ 30ആണ്. അപ്പോൾ ഈ 8 മണി എന്ന് പറഞ്ഞാൽ മണിക്കൂർ സൂചി 8ലും മിനിറ്റ് സൂചി 12ലും. അപ്പോൾ അതിനിടയ്ക്കുള്ള കോണളവ്. അപ്പോൾ അതിനിടയ്ക്ക് എത്ര പോയിൻ്റ് ഉണ്ട് നോക്കാം. 4 പോയിൻ്റാണുള്ളത്. 9, 10, 11, 12. അപ്പോൾ അതിൻ്റെ കോണളവ് കാണാൻ 4 × 30 ഉത്തരം 120 ഡിഗ്രി. അനു ഒരു വരിയിൽ മുൻപിൽ നിന്നും 25-മതും പുറകിൽ നിന്നും 25-മതുമായി നിൽക്കുന്നു എങ്കിൽ ആ വരിയിൽ എത്ര പേർ ഉണ്ട്? ഉത്തരം 49. ഇത്തരം കണക്കുകളുടെ ഉത്തരം വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അത് നോക്കാം നമുക്ക്. ഇപ്പോൾ അനു അടക്കം മുന്നോട്ട് 25 പേര്, അനു അടക്കം പിന്നോട്ട് 25 പേര്. അപ്പോൾ അനു 2 പ്രാവശ്യം വന്നു. അങ്ങനെ വരുമ്പോൾ ഈ മുന്നോട്ടുള്ള ആളുകളുടെ എണ്ണവും പിന്നോട്ടുള്ള ആളുകളുടെ എണ്ണവും കൂട്ടിയിട്ട് അതിൽ നിന്ന് 1 കുറയ്ക്കാം. അതായിരിക്കും ഉത്തരം. ഇപ്പോൾ ഈ ചോദ്യത്തിലാണെങ്കിൽ മുമ്പോട്ട് 25 പേര്, അനു അടക്കമാണ് മുമ്പോട്ട് 25 പേര്, അനു അടക്കം മുമ്പോട്ട് പിന്നോട്ട് 25 പേര്, മൊത്തം 50. അപ്പോൾ അനു 2 പ്രാവശ്യം വന്നതുകൊണ്ട് 1 കുറയ്ക്കുക. അപ്പോൾ ഉത്തരം 49. 2021 ആഗസ്റ്റ് 15 ഞായർ ആയാൽ ആ വർഷം ക്രിസ്തുമസ് ഏതു ദിവസമായിരിക്കും? ഉത്തരം ശനി. ഇനി അതെങ്ങനെ കിട്ടി നോക്കാം. ക്രിസ്മസ് ഡിസംബർ 25-ന്. അപ്പോൾ ഈ ആഗസ്റ്റ് 15 മുതൽ ഡിസംബർ 25 വരെ ആകെ എത്ര ദിവസങ്ങളുണ്ടെന്ന് നോക്കാം. അപ്പോൾ ആഗസ്റ്റിൽ 31 - 15 16 ദിവസം, സെപ്റ്റംബറിൽ 30 ദിവസം, ഒക്ടോബർ 31 ദിവസം, നവംബർ 30 ദിവസം, ഡിസംബറിൽ 25 ആയതുകൊണ്ട് 25 ദിവസം. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എത്ര കിട്ടും നോക്കാം. ടോട്ടൽ 132 ദിവസം.
ഇനി ആഴ്ചയിൽ 7 ദിവസമാണ്. അപ്പോൾ ഈ 132നെ 7 കൊണ്ട് ഹരിക്കുക. ഇങ്ങനെ 7 കൊണ്ട് ഹരിച്ച് കിട്ടുന്ന ശിഷ്ടം എത്രയാണോ അത് വെച്ചാണ് നമ്മൾ ആ ഡേറ്റ് കണ്ടുപിടിക്കുക. ശിഷ്ടം 0 ആണെങ്കിൽ അതേ ദിവസം തന്നെയായിരിക്കും കഴിഞ്ഞ് കിട്ടുന്ന ദിവസവും. ഈ കലണ്ടർ ക്വസ്റ്റ്യനുകളിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ശിഷ്ടം 6ആണ്. അപ്പോൾ ശിഷ്ടം 6 വരുമ്പോൾ ആഗസ്റ്റ് 15 ഞായറാഴ്ച കഴിഞ്ഞ് ആറാമത്തെ ദിവസം ശനി. അപ്പോൾ ക്രിസ്തുമസ് ഡിസംബർ 25 ശനിയാഴ്ച ആയിരിക്കും. അമ്മുവിൻ്റെ വയസ്സ് 10ൻ്റെ ഗുണിതമാണ്. കഴിഞ്ഞ വർഷം അവളുടെ വയസ്സ് 13ൻ്റെ ഗുണിതമായിരുന്നു. അമ്മുവിൻ്റെ വയസ്സ് എത്ര? ഇതൊക്കെ നമ്മൾ ലോജിക്ക് ഉപയോഗിച്ച് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്കിവിടെ അമ്മുവിൻ്റെ വയസ്സ് 10ൻ്റെ ഗുണിതം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉത്തരങ്ങൾ നോക്കാം. ഉത്തരങ്ങളിൽ 10ൻ്റെ ഗുണിതം വരുന്നത് 30ഉം 40ഉമാണ്. അപ്പോൾ 30 നോക്കിയാൽ കഴിഞ്ഞ വർഷം 29 വയസ്സ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വയസ്സ് 13ൻ്റെ ഗുണിതം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 29 13ൻ്റെ ഗുണിതമല്ല. അപ്പോൾ അത് ഒഴിവാക്കാം. പിന്നെ 40 എടുക്കുക. 40 കഴിഞ്ഞ വർഷം 39 വയസ്സ്. അപ്പോൾ 13ൻ്റെ ഗുണിതമാണ് 39. അപ്പോൾ ഉത്തരം 40. എക്സിൻ്റെ വൈ ശതമാനം 30 ആയാൽ വൈയുടെ എക്സ് ശതമാനം എത്ര? ഇത്തരം ചോദ്യങ്ങളിൽ ഒന്നും നോക്കാനില്ല. എക്സിൻ്റെ വൈ ശതമാനം എത്രയാണോ അത് തന്നെയായിരിക്കും വൈയുടെ എക്സ് ശതമാനവും. അതായത് ഇവിടെ 30ആണ്. ഇപ്പോൾ ഉത്തരം 30 തന്നെ. 20 ആളുകൾ 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി 8 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഇത് PSC മാത്സുള്ള എല്ലാ പേപ്പറുകളിലും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത്തരം ചോദ്യം കണ്ടാൽ ആദ്യം ഓർക്കേണ്ടത് ജോലി സെയിമാണ്. അതായത് 20 ആൾ ചോദ്യത്തിലാണെങ്കിൽ 20 ആൾ 6 ദിവസം കൊണ്ട് എടുക്കുന്ന ജോലിയും 8 ആളുകൾ നമുക്ക് ഉത്തരം കിട്ടേണ്ട ദിവസങ്ങൾ കൊണ്ടെടുക്കുന്ന ജോലിയും സെയിമാണ്. അങ്ങനെ വരുമ്പോൾ 20 × 6 സമം 8 ഗുണിക്കണം ദിവസം. എത്ര ദിവസം? ഇപ്പോൾ എത്ര ദിവസം എന്ന് കാണാൻ 20 × 6/8. ഉത്തരം 15. 7 സംഖ്യകൾ സമാന്തര ശ്രേണിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. മധ്യപദം 15 ആയാൽ പദങ്ങളുടെ തുക എത്ര? ഏത് സമാന്തര ശ്രേണിയിലും പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ പദങ്ങളുടെ തുക പദങ്ങളുടെ എണ്ണം ഗുണിക്കണം മധ്യപദമായിരിക്കും. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ 7 × 15 105. 9 ഗുണനം 36 ഹരിക്കണം 4 പ്ലസ് 9 മൈനസ് 9 എത്ര? ഇത്തരം ഒരു ചോദ്യം കണ്ടാൽ ആദ്യം ബോർഡ് മാസ് ഓർക്കുക. അപ്പോൾ ഇതിൽ നോക്കാം. ആദ്യത്തെ ബി ബ്രാക്കറ്റ് ക്വസ്റ്റ്യൻ ഇല്ല. അപ്പോൾ ബി വേണ്ട. ഓ നോക്കുക. ഓർഡർ, അതായത് കാതം 2 ഉദാഹരണത്തിന് 2 സ്ക്വയർ 2 ക്യൂബ് 2⁵5 അങ്ങനെ എന്താ ഉണ്ടോ നോക്കുക. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അത് ഒഴിവാക്കുക. പിന്നെ ഡിവിഷൻ ഉണ്ടോ നോക്കുക. അതിൽ ഡിവിഷൻ ഉണ്ട്. 36 ഹരിക്കണം 4. അപ്പോൾ അതാദ്യം ചെയ്യാം. അപ്പോൾ 36 ഹരിക്കണം 4 9 കിട്ടും. ഇനി അടുത്ത് നോക്കുക. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ഉണ്ട്. 9 ഇപ്പം കിട്ടിയ 9 9 × 9 81. അടുത്ത് അഡിഷൻ. അപ്പോൾ 81 + 9 90. അവസാനം സബ്സ്ട്രാക്ഷൻ 9 90 - 9. ഉത്തരം 81. HES 3 അക്കങ്ങളാണ്. HE × HE = HSE, അതായത് he × he = she ആയാൽ S + H + E എത്ര? ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇത് ഇക്വേഷനൊന്നുമല്ല, സിമ്പിൾ ലോജിക്ക്, നമ്മുടെ ലോജിക്ക് അടക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ HSE ഇത് 3 അക്കങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അക്കങ്ങൾ 0 മുതൽ 9 വരെയാണുള്ളത്. അപ്പോൾ ഒരു രണ്ടക്ക സംഖ്യയെ അതേ രണ്ടക്ക സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു 3 അക്ക സംഖ്യ കിട്ടി. അതാണ് he × he = she. അപ്പോൾ ഈ ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന അതിൻ്റെ വർഗ്ഗമാണ്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു 2 അക്ക സംഖ്യയുടെ വർഗ്ഗമാണ് ഈ മൂന്നാമത് വരുന്ന ഷീ 3 അക്ക സംഖ്യ. അതിന് പ്രത്യേകതയുണ്ട്. അവസാനത്തെ 2 അക്കങ്ങൾ ഈ വർഗ്ഗമൂലമായ ആദ്യത്തെ 2 സംഖ്യകളുടെ
അതേ തുല്യമായ സംഖ്യ തന്നെയാണ് അതിൻ്റെ അവസാനത്തെ രണ്ടാക്കാളായിട്ട് വരുന്നത്. അതായത് എച്ച് ഇയും ഷിയിൽ എച്ച് ഇ വരുന്നുണ്ട്, രണ്ടും മൂന്നും പദങ്ങളായിട്ട്. മറ്റേ രണ്ട് സംഖ്യ എച്ച് മി എച്ച് ഇയും. അത് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ അവിടെ ഉത്തരങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ അവിടെ ഒരു ഹിൻഡ് കാണുന്നുണ്ട്. അതായത് 625 തന്നെ മൂന്നക്ക സംഖ്യ ഉണ്ട്. അത് ഇതിൽ വരെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ 225ൻ്റെ വർഗ്ഗമൂലം 25ആണ്. അപ്പോൾ 25 × 25 625. അവസാനത്തെ രണ്ടക്കങ്ങൾ 25, 2ഉം 5ഉം ആണ് വരുന്നത് അവസാനത്തെ രണ്ടക്കങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ചോദ്യത്തിന് മാച്ച് ആവുന്ന സംഖ്യ തന്നെയാണ് 625. അങ്ങനെയാണെങ്കിൽ 6, 2, 5 ഈ 625 കണ്ട പാട് തന്നെ ഉത്തരത്തിലുള്ള 625 പോയിട്ട് കറുപ്പിക്കാതെ ഉത്തരം തെറ്റും. കാരണം ചോദ്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക, എസ് പ്ലസ് എച്ച് പ്ലസ് ഇ ആണ് ചോദിച്ചത്. അപ്പോൾ 6 + 2 + 5 ഉത്തരം 13. 5000 രൂപ 8% നിരക്കിൽ 2 വർഷത്തേക്ക് സാധാരണ പലിശയ്ക്ക് നിക്ഷേപിച്ചാൽ ആകെ ലഭിക്കാവുന്ന തുക എത്ര? സാധാരണ പലിശ കാണാനുള്ള സൂത്രവാക്യം I = PNR. അപ്പോൾ I പലിശ. അപ്പോൾ ഇവിടെ പി വരുന്നത് 5000 രൂപയാണ്. നിക്ഷേപിച്ച തുക 5000 ആണ്. ഇൻറ്റു N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്. ഇപ്പോൾ 2 ഞാൻ എഴുതിയപ്പോൾ ഒരു ഓർഡർ തെറ്റിയിട്ടുണ്ട്. 2 ഇൻറ്റു 6 റേറ്റ് 8%, 8/100. അപ്പോൾ അത് 800 കിട്ടും. അപ്പോൾ തിരിച്ച് ലഭിക്കാവുന്ന തുക പറഞ്ഞാൽ നിക്ഷേപിച്ച തുക പ്ലസ് പലിശ 5000 + 800 5800. അപ്പോൾ ഇതിങ്ങനെ വഴി എഴുതി തന്നത് നമുക്ക് മനസ്സിലാൻ വേണ്ടിയാണ്. നമ്മൾ PSCക്ക് പോയാൽ ഇത് പെട്ടെന്ന് മനക്കണക്കായിട്ട് തന്നെ ചെയ്യണം. കാരണം 5000ൻ്റെ 8% 400, 400 × 2 800, 800 5000 5800. പാർക്കിംഗ് ഏരിയയിൽ നിന്നും 2 കാറുകൾ ഒരേ സമയം പുറപ്പെടുന്നു. ഒന്ന് 6 കിലോമീറ്റർ വടക്കോട്ടും മറ്റൊരു കാർ 8 കിലോമീറ്റർ പടിഞ്ഞാറോട്ടും യാത്ര തിരിച്ചു. കാറുകൾ തമ്മിൽ ഇപ്പോഴുള്ള അകലം എത്ര? ഈ ചോദ്യത്തിൽ കാറുകൾ പോകുന്ന ദിശ നമ്മൾ മനസ്സിൽ കാണുക. അതായത് ഒരു കാറ് വടക്കോട്ടാണ് പോയത്, മറ്റേ കാറ് പടിഞ്ഞാറോട്ട്. ഈ വടക്കും പടിഞ്ഞാറും തമ്മിലുള്ള കോണളവ് 90 ആണ്. അപ്പോൾ എ ആണ് നമ്മൾ പാർക്കിംഗ് സ്ഥലം എന്ന് വിചാരിക്കുക. ബി ആദ്യത്തെ കാറ് 6 കിലോമീറ്റർ വടക്കോട്ട് പോയി, അത് എയിൽ നിന്നും സിയിലേക്ക് പോയി എന്ന് വിചാരിക്കുക. രണ്ടാമത്തെ കാറ് എയിൽ നിന്നും ബിയിലേക്ക് പോയി എന്ന് വിചാരിക്കുക, അത് പടിഞ്ഞാറോട്ട് പോയത്. അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ അകലം എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്. അകലം എന്ന് പറയുന്നത് ഒരു മട്ടത്രികോണമായിട്ടല്ലേ വരിക. മട്ടത്രികോണത്തിൻ്റെ 2 വശങ്ങൾ തന്നാൽ മൂന്നാമത്തെ വശം കാണാനുള്ള പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. അപ്പോൾ കാറ് നമ്മളെ അകലം √6a² + 8a². ഉത്തരം 10 കിലോമീറ്ററാണ് കിട്ടുക. തന്മാത്രാ തദ്ധിതത്തിന് ഉദാഹരണം: എ ഒന്നാം, ബി കണ്ടവൻ, സി മൂപ്പൻ, ഡി വെണ്മ. തദ്ധിതങ്ങൾ 4 എണ്ണമാണ് ഉള്ളത്. തന്മാത്രാ തദ്ധിതം, തത്വതദ്ധിതം, നാമനിർമ്മായി തദ്ധിതം, പൂരണി തദ്ധിതം. ഈ തന്മാത്രാ തദ്ധിതം എന്ന് പറഞ്ഞാൽ പല വിശേഷണങ്ങളുള്ള ഒരു വസ്തു അതിൻ്റെ സവിശേഷത എല്ലാം ചേർത്ത് പൊതുവായി പറയാൻ പറ്റുന്ന ഒരു ശബ്ദം ഉപയോഗിക്കുന്നു. അതാണ് തന്മാത്രാ തദ്ധിതം. ഇവിടെ ഉത്തരം ഒന്നാം. കൈകാലുകൾ സമാസമേത്? ഉത്തരം ദ്വന്ദ്വൻ. എന്താണ് ദ്വന്ദ്വ സമാസം നോക്കുക. ഘടകപദങ്ങൾക്കെല്ലാം തുല്യ പ്രാധാന്യമുള്ള സമാസമാണ് ദ്വന്ദ്വ സമാസം. ഇവിടെ ഈ കൈകാലുകൾ എന്നുള്ള ഉപയോഗിച്ചാൽ കൈയും കാലും രണ്ടിനും തുല്യ പ്രാധാന്യമാണ്, അതുകൊണ്ട് ദ്വന്ദ്വ സമാസം. ശരിയായ രൂപമേത്? അഭ്യസ്തവിദ്യ എന്നുള്ള വാക്കിൻ്റെ 4 വ്യത്യസ്ത സ്പെല്ലിങ്ങാണ് കൊടുത്തത്. ശരിയായത് ഏതാണെന്നാണ് ഇത്. ഉത്തരം എ ആണ് അഭ്യസ്തവിദ്യ. കൃഷിയെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന വാക്ക്? ഉത്തരം ആർഷം. കൃഷിയെ സംബന്ധിച്ചത് എന്ന അർത്ഥം വരുന്ന വാക്ക് ആർഷമാണ്. അർത്ഥം എഴുതുക. ഇനൻ. ഇനൻ എന്ന വാക്കിൻ്റെ അർത്ഥം സൂര്യൻ എന്നാണ്. ഉത്തരം സൂര്യൻ. ആത്മകഥയ്ക്കൊരാമുഖം ആരുടെ കൃതി? ഉത്തരം ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനമാണ് ആത്മകഥയ്ക്ക് ഒരാമുഖം എന്ന പുസ്തകം എഴുതിയത്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ? ഉത്തരം കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ.
കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. കുഞ്ഞിക്കുട്ട തമ്പുരാൻ അറിയപ്പെട്ടിരുന്നത് കേരള വ്യാസൻ എന്നായിരുന്നു. വള്ളത്തോൾ ശബ്ദസുന്ദരൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. AR രാജരാജവർമ്മ അറിയപ്പെട്ടിരുന്നത് കേരള പാണിനി എന്ന പേരിലാണ്. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? ഉത്തരം ശൂരനാട്ട് കുഞ്ഞൻ പിള്ള. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ശൂരനാട്ട് കുഞ്ഞൻ പിള്ളയാണ്. രണ്ടാമതായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് തകഴി ശിവശങ്കര പിള്ളയാണ്. മൂന്നാമത് ബാലാമണി അമ്മ. നാലാമത് KM ജോർജ്. നായ കഥാപാത്രമായ ഒരു കഥ. A. ശബ്ദിക്കുന്ന കലപ്പ, B. വെള്ളപ്പൊക്കത്തിൽ, C. കടൽ തീരത്ത്, D. നെയ്പ്പായസം. ഉത്തരം വെള്ളപ്പൊക്കത്തിൽ. തകഴിയുടെ പ്രശസ്തമായ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയിൽ ഒരു കഥാപാത്രം നായയാണ്. ബഷീറിനെ കൂടാതെ പൂവൻപഴം എന്ന പേരിൽ കഥ എഴുതിയ കഥാകൃത്ത്. ഉത്തരം കാരൂർ നീലകണ്ഠ പിള്ള. ഇപ്പോൾ മലയാളത്തിൽ പൂവൻപഴം എന്ന് പറഞ്ഞാൽ 2 പുസ്തകങ്ങളുണ്ട്. അതിലൊന്ന് എഴുതിയ ബഷീറും ഒന്ന് കാരൂർ നീലകണ്ഠ പിള്ളയുമാണ്. ചാനൽ PSC സ്റ്റഡി മേറ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ തുടർച്ചയായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ലഭിക്കാൻ ഇത് ഉപകാരപ്പെടും. നന്ദി.